ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് 79-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്ന വചനം യെശയ്യാ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 6-ാം വചനം. കർത്താവിന്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനമായി നിലകൊള്ളും. പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കുമെന്ന് വചനം പറയുന്നു. രക്ഷയുടെ വാഗ്ദാനമായ ഈ വചനം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം ഒരു അഭയമായി നിലകൊള്ളുവാൻ, നമ്മുടെ മക്കൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അവരുടെ വിഷമങ്ങളിലും ജീവിതത്തിൽ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം കർത്താവിന്റെ മഹത്വത്തോട് ചേർന്ന് നിന്ന് ദേവാലയത്തോടും ശുശ്രൂഷകളോടും കൂദാശകളോടും കുടുംബ പ്രാർത്ഥനയോടും വ്യക്തിപരമായ പ്രാർത്ഥനയിലും അടിയുറച്ചു നിന്നുകൊണ്ട് അനുഗ്രഹം നേടി കൃപയുടെ മക്കളായി ജീവിത വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. യെശയ്യാ 4:6 കർത്താവിന്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മക്കളെ എപ്പോഴും വലയുകയും ചെയ്യട്ടെ. അവിടുത്തെ മഹത്വത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ മക്കളുടെ വഴികൾ നേരെയാകട്ടെ. എപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അങ്ങേ തേടുവാനും കൂദാശകളിലൂടെ ശുശ്രൂഷകളിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ആത്മീയ ശാരീരിക മേഖലകളിൽ ഞങ്ങളുടെ മക്കൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.